ഉസ്താദ് അലവലാദി ഖാൻ. അതായത് നമ്മുടെ നാട്ടില് കുറെ ഉസ്താദ്മാർ ഇറങ്ങിയിരിക്കണം തലീകെട്ട് കെട്ടി മതത്തിന്റെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന കുറെ ഊളകളായിട്ടുള്ള കുറെ ഉസ്താദ്മാര്, സമൂഹത്തിനെ മൊത്തം വെറുതെ വെറുപ്പിക്കാനായിട്ട് കുറെ ആളുകള് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം. അപ്പൊ അതിന്റെ വീട് ജസ്റ്റ് വെക്കുന്നുണ്ട്, അത് ബാക്കി വെച്ചതിന് ശേഷം ബാക്കി പറയാം. കുറെ വീഡിയോ ഉണ്ട്, അതിൽ ഒന്ന് കേട്ടോ, ഒന്ന് മാത്രം. ഇയാളത് കുറെ നമ്മള് കാണുന്നുണ്ട്, ഇയാൾ പറയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. 1000 പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് വരണം. നാളെ ലൈവിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എത്ര എണ്ണം ചൊല്ലിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലാൻഡ് ഫോൺ നമ്പർ എല്ലാവരും എഴുതി വെക്കണം. ഈ ലൈവിന്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഇങ്ങനെ വെക്കും. വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കണം. വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ കോൾ എടുക്കും, പേര് സ്ഥലം ചോദിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഓഫറാണ്. എന്നുകൊണ്ട് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ്, പൈസ കൊടുക്കുകയാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക്. നാളെ നമ്മൾ പൈസ കൊടുക്കൂല കേട്ടോ, എന്നും പൈസ കൊടുക്കാൻ പറ്റൂലല്ലോ. ഈ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ വന്ന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹദിയൊക്കെ കൊടുക്കാം, ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത്? ആവേശത്തിൽ അവർ ദീനിയായ മജ്‌ലിസിലേക്ക് വരാൻ, സ്വലാത്ത് ചെല്ലാൻ, ദിക്ർ ചെല്ലാൻ, അല്ലാഹുമായി അടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം. 94,000-ഓളം ആൾക്കാർ, 95,000-ഓളം ആൾക്കാർ ഇപ്പം ഈ പരിപാടി കണ്ടിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നീ സെലക്ട് ചെയ്തത് ആരെയാണ്? ആരാണ് ആ ഭാഗ്യവതി? ബദരീങ്ങളുടെ കണക്കനുസരിച്ച് 313 രൂപ ഒരു സമ്മാനമായി നമ്മൾ കൊടുക്കുകയാണ്. ഈ പൈസ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ. സ്വലാത്തിന്റെ ദിവസം അല്ലേ ഇന്ന്? ദിക്റല്ലേ പറയുന്നത്, നാളെ സ്വലാത്ത. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെയും ഒരു 313 രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു. ഏതായാലും ഈ ഒരു സമ്മാനം എന്തിനാ ചെല്ലിക്കുക? നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി, എനിക്ക് നിങ്ങളെ റസൂലുള്ളാഹിയുമായി അടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമ്മാനം വെക്കുന്നത്, വേറെ ഒന്നിനല്ല. റസൂലിനോട് അടുക്കാൻ, നബിയോട് അടുക്കാൻ ഇയാൾക്ക് പൈസ അങ്ങനെ പറഞ്ഞേ. അല്ല, ഇയാള് 313 രൂപ കൊടുക്കണം അങ്ങോട്ട്. അപ്പൊ ഇയാൾക്ക് എന്താ വരുമാനം? ലൈവ് വരണം, അത്ര ആൾക്കാർ ലൈവ് 95,000 ആളുകളാണ് ലൈവില്. 95,000 ആളുകൾ ഊളകളാണെന്നേ പറയാം. ഇതിനിടയിൽ സ്പോൺസർമാരെ ചോദിക്കുന്നുണ്ട്, അല്ലാതെ പല ബിസിനസിന്റെ അടികൾ നടക്കുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ ഈ 313 ഇപ്പൊ ഞാൻ കൊടുത്ത പോലെ നിങ്ങൾ ഇന്ന ആളുടെ പേരിൽ കൊടുത്താൽ ഇങ്ങനെ സംഭവിക്കുന്ന പറയും, സമ്മാനം കൊടുക്കുക. നീ ആളുടെ പേര് കോമഡി ആക്കണം. എനിക്ക് മുടി നീച്ചത് അത് കണ്ടിട്ടാണ് പച്ച തോന്നിയ ദിവസം. അതായത് ഇത് മൂപ്പ് ഇരുന്നിട്ട് പറയണോ ചോദിക്കേണ്ട ആദ്യം. എന്നിട്ട് പറയാം, നബി തങ്ങളെ സ്വപ്നം കണ്ട് തങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടിയെ വിളിച്ചിട്ട് അങ്ങനെ പറയണ്ടോ, മുത്തം കൊടുത്തല്ലോ. അപ്പൊ നെറ്റിമൊക്കെ മുത്തം കൊടുത്ത് ഇയാളെ എന്നിട്ട് മുത്തം കൊടുത്തിട്ട് നബി പറഞ്ഞല്ലോ, ഒന്നുകൂടെ ബേജാറാകണ്ട, എല്ലാം ശരിയാക്കാം, എനിക്ക് പണമൊക്കെ ഇങ്ങനെ വരും, പൈസ ഒന്നും വേണ്ട, ഇരുന്നാ മതി, അതിനുള്ള പൈസ അടുത്തേക്ക് വരും, ഗൂഗിൾ പേ നടക്കൂലട്ടോ. നബി ഇവനോട് പറഞ്ഞല്ലോ ഗൂഗിൾ പേ നടക്കൂല. എന്തോ ഒരു തട്ടിപ്പാണ്. എന്നിട്ട് ഗൂഗിൾ പേ നടക്കൂല മാത്രമല്ല, 3 ഏക്കർ സ്ഥലം കാണിച്ചു കൊടുത്തല്ലോ, വീടൊക്കെ അല്ലേ. അപ്പൊ അതിനുള്ള പൈസ അങ്ങോട്ട് ആൾക്കാർ കൊണ്ടുവന്നേരും പറഞ്ഞു. നല്ല മീനിങ്ങൾ എന്നിട്ട് പറയണേ, നല്ല മീനിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ സ്വതക്ക പോയി. അതെന്താ, ഇയാൾക്ക് സ്ഥലമുണ്ട് 3 ഏക്കർ, അത് വാങ്ങാനുള്ള പൈസയും വീടൊക്കെ പൈസ നമ്മൾ കൊടുക്കണം, കാണുന്നവര് കൊടുക്കണം. എന്നിട്ട് അത് നബി തങ്ങൾ പറഞ്ഞു, അത് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേറെ കൂടി ഉണ്ട്. അതിന് തൊട്ട് ബേക്കിൽ ഏതോ ഒരുത്തൻ പുതിയ കാർ എടുത്തപ്പോ എന്റെ ഇന്നോവ വെറുതെ കൊണ്ടേ കൊടുത്തിരിക്കണം. മണ്ടന്മാരായിട്ടുള്ള കുറെ വിശ്വാസികൾ, എന്തിനാണ് ഇങ്ങനത്തെ ആളെ മുമ്പിലേക്ക് പോയി തലയിച്ചത്? നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് നമ്മൾ നേരിട്ട് പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇയാളോട് പറഞ്ഞിട്ട് ഇയാൾ ഓൺലൈനിൽ കൂടെ സ്വലാത്ത് ചൊല്ലിയാലേ നമ്മളെ കാര്യം നടക്കുമെന്നൊന്നുമില്ല. ഇയാളെ എടുത്ത് അറസ്റ്റ് ചെയ്താലോ ജയിലിൽ. അല്ല, എത്രയോ കാലമായിട്ട് പറയണത് പടച്ചോനും അല്ലെങ്കിൽ എന്ത് ആരോ ആട്ടെ, ഇവർക്ക് എന്തിനാ പൈസ? ഇതിനിടയിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ലല്ലോ. ഇടനിലക്കാരൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇടനിലക്കാരൻ ഉണ്ട് നോട്ടിവിടെ. ഇയാൾക്ക് ഈമാൻ കൂടി ഇയാൾക്ക് ഫ്രീ ആയിട്ടല്ലേ ചെയ്ത് കൊടുക്കണ്ടേ? അതെ, ഇയാൾ എന്തിനാ പൈസ ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് ചെയ്യട്ടെ, അയാൾക്ക് കൂടി കിട്ടൂല ബർക്കത്ത്. അതുപോലെ അയാൾക്ക് വീടും കൂടി കിട്ടണമെങ്കിൽ എന്തിനാ ബാക്കിയുള്ളവർ പറയണത്? അത് കിട്ടിക്കോളുന്നില്ല പോലെ. ഇത് പണ്ടൊക്കെ വയതിന്റെ സമയത്ത് മുസ്താമാര് പ്രസംഗിച്ചൊരു സ്വർണ്ണ നാണയൊക്കെ സ്ത്രീകള് കൊടുക്കണം, കമ്മലൊക്കെ ലൈവ് ഊരി കൊടുക്കും. അതൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞ. ഇപ്പൊ ഓൺലൈനിലാണ് പരിപാടി, ഇപ്പൊ ഓൺലൈനിലാണ്. എന്നിട്ട് 95,000 ആളുകൾ കാണാം. ഈ ഓൺലൈനിൽ തന്നെ നല്ല രീതിയിൽ നടക്കാൻ കുറെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിശ്വാസം എന്താന്ന് ചെയ്തോട്ടെ, നമ്മൾ ഇടപെടണ്ട. ഈ പൈസന്റെ കാര്യം അത് ഇമ്മാരി പൊട്ടത്തരം പറഞ്ഞിട്ട് കൊടുക്കാൻ ആളുണ്ട്. അതാണ് ഈ പറയണത്. അല്ല, ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു പുതിയ കാർ എടുത്തിട്ട് ഇന്നോവ പഴയത് കൊണ്ടുപോയി ചാവി കൊടുക്കുവോ? എങ്ങനെ ഇപ്പൊ അത്? ഇനി അത് പടച്ചോന്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്തിൽ ചെയ്യണമെങ്കിൽ ആ പൈസ വിറ്റിട്ട് പാവപ്പെട്ട കൊടുത്താൽ പോരെ? എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്?
ഇതൊക്കെ പച്ച തോന്നിയ കാണിക്കുന്നത്. മതം എന്ന് പറയുന്നുണ്ടല്ലോ വൻ കോമഡി ആക്കാണ്. ഇവന്മാരെ പോലെ വിശ്വാസം ചൂഷണം ചെയ്യാം, വിശ്വാസം വിറ്റ് ജീവിക്കുക, അത് വലിയൊരു ബിസിനസ്സും കൂടിയാണ്. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. അത് ഉപയോഗിക്കുന്ന കുറെ ടീമുകളുണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ കുറെ ഊളകളും ഉയർന്നു വരുന്നത്. അതിന്റെ പേര് മത്സരങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു ഹിന്ദു വിഭാഗം ആളുകളാണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ലോകപൊട്ടത്തരം എന്ന് പറഞ്ഞ കളിയാക്കുന്ന കുറച്ച് ആൾക്കാര്, അപ്പൊ അതിന്റെ താഴെ കമന്റ് ആണ് നിങ്ങൾക്ക് ഉസ്താദിന്റെ തുപ്പല് വേണ്ടി വരും എന്താ ഊതണത്, എന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരസ്പരം തല്ലുകൂടുക. അങ്ങനെ തല്ലുകൂടുക. ഓരോ കുറച്ച് മതഭ്രാന്തന്മാർ അവിടെ എന്താ കാണട്ടെ, ഏത് മതമാണെങ്കിലും ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ, അത് മൈൻഡ് ചെയ്താൽ വിട്ടു പോയാൽ മതി. പക്ഷെ വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ബുദ്ധിക്ക് യാതൊരു ഇതുമില്ല, ചിന്തക്കോ ബുദ്ധിക്കോ ഒന്നുമില്ല, യുക്തിപരമായിട്ട് ചിന്തിക്കുന്നില്ല, തീരെ ചിന്തിക്കണില്ല. അവിടെ അതിന് സ്ഥാനേ ഇല്ല. വിശ്വസിച്ചു. അല്ല, ഒരാൾ ഇപ്പൊ നമ്മൾ പറയും ഒരു മുയലിന് 4 ചെവി വിശ്വസിച്ചപ്പോ എന്ത് ചെയ്യാ, ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്താ ചെയ്യാ, രണ്ടരല്ലാതെ അത് കാണാൻ പറ്റത്താണ്, പടച്ചോൻ കാണിക്കാത്ത അല്ലെങ്കിൽ ദൈവം കാണിക്കാത്തതെന്ന് വിശ്വസിച്ചാൽ എന്താ ചെയ്യാ. അപ്പൊ അങ്ങനെയാണ് വിശ്വാസങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ആ പേരിൽ ഇങ്ങനെയുള്ള ഭൂലക ഉഡായിപ്പന്മാരെ ഒരു തരത്തിലും സമ്മതിച്ചു കൊടുക്കില്ല. വെറുതെ തല വെച്ച് കൊടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ബിസിനസ്സും കച്ചവടമൊക്കെയാണ് വല്ല ലക്ഷ്യം, പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ വെറുതെ തല വെച്ച് കൊടുക്കാതെ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇത് ഇപ്പൊ ഈ ഉസ്താദ്മാർ തന്നെ നമ്മൾ കുറെ ചെയ്തിട്ട് ഇതില് അത് നബിതങ്ങളെ ഇറക്കല്ല, വലിയ വലിയ ആൾക്കാരെ ഇവര് കൊണ്ടുവന്ന് വലിച്ചെടുക്കുന്നത് എന്തിനാണ്? നിങ്ങളെ കാര്യം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്താ നിങ്ങൾ പോയിക്കോളി. ഇനി വെറുതെ പറഞ്ഞാൽ തന്നെ യൂട്യൂബിന് പൈസ കിട്ടുമല്ലോ, അതുപോലെ പിന്നെ യൂട്യൂബിൽ മറ്റേ തൊപ്പി കാട്ടുന്ന പോലെ ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല, ഓൺലൈനായിട്ട് പൈസ വാങ്ങുന്നത് എന്തിനാണ്? എന്താണെങ്കിലും ഇങ്ങനത്തെ ആളുകളൊക്കെ ശ്രദ്ധിക്കാം. എന്തിനും കോമഡിയാണ്.